മനുഷ്യരുടെ ജോലി കൈക്കലാക്കാൻ റോബോട്ടുകൾ വൻതോതിൽ രംഗപ്രവേശനം ചെയ്യുന്നുണ്ടെങ്കിലും തൽക്കാലം മൈക്കൽ ജാക്സനെ അനുകരിക്കുന്നവർക്ക് പേടിക്കേണ്ടതില്ലെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചൈനയിൽ ഒരു റോബോട്ട് സ്റ്റോർ സംഘടിപ്പിച്ച പരിപാടിക്കിടെ പ്രശസ്തമായ ബില്ലി ജീൻ എന്ന ഗാനത്തിന് ചുവടുവയ്ക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നിലത്ത് വീണ ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ചിരി പടർത്തുന്നത്. ഷെൻഷനിലെ ഫ്യൂച്ചർ ഇറ എന്ന റോബോട്ട് സ്റ്റോറിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു കാണികളെയും ക്യാമറ കണ്ണുകളെയും സാക്ഷി നിർത്തി യന്ത്രമനുഷ്യൻ നൃത്തം ചെയ്തത്. സംഗീതത്തിനൊപ്പം അതീവ ചടുലതയോടെ വേദിയിൽ ചുവടുവെച്ച റോബോട്ട് പെട്ടെന്ന് സ്റ്റേജിൽ ഒരു തട്ടിക്കാലിടുകയായിരുന്നു. ആദ്യത്തെ വീഴ്ചയിൽ നിന്നും കഷ്ടിച്ച് സ്വയം സമനില വീണ്ടെടുക്കാൻ റോബോട്ടിന് സാധിച്ചെങ്കിലും തൊട്ടടുത്ത നിമിഷം അതേ സ്ഥലത്ത് തന്നെ വീണ്ടും തട്ടിത്തടഞ്ഞ് ഇത് നിലം പതിക്കുകയായിരുന്നു. കൂട്ടച്ചിരിക്കോ ബഹളങ്ങൾക്കോ മുതിരാതെ സദസ് അമ്പരപ്പോടെ നോക്കി നിൽക്കെ അണിയറയിൽ നിന്നും ഒരു ജീവനക്കാരൻ ഓടിയെത്തി ജീവനറ്റതുപോലെ കടന്ന റോബോട്ടിനെ വേദിയിൽ നിന്നും വലിച്ച് അണിയറയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പരിഹാസങ്ങളാണ് റോബോട്ടിനെതിരെ ഉയരുന്നത്. കല്യാണ വീടുകളിൽ മദ്യപിച്ചെത്തി നൃത്തം ചെയ്യുന്ന ചില അമ്മാവന്മാരുടെ പ്രകടനത്തോടാണ് പലരും ഈ റോബോട്ടിന്റെ നൃത്തത്തെ ഉപമിച്ചത്. പശ്ചാത്തലത്തിൽ ബില്ലി ജീൻ ഗാനം മാത്രം, സദസ്സിൽ നിന്നും യാതൊരു പ്രതികരണവുമില്ല. ഒടുവിൽ ആ ജീവനറ്റ ശരീരത്തെ നാണക്കേടോടെ വലിച്ച് അണിയറയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തായാലും ഇത്തരമൊരു സംഭവം തികച്ചും അത്ഭുതകരം എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. റോബോട്ട് ഭായി, നീ നന്നായി മദ്യപിച്ചിട്ടുണ്ട്, ഇനി വീട്ടിൽ പോകൂ എന്നൊരു ആൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്. പുതിയ മൈക്കൽ ജാക്സൺ സിനിമ വളരെ മോശമായിരിക്കുന്നു എന്നും പരിഹാസങ്ങൾ നീളുന്നുണ്ട്. അതേസമയം റോബോട്ടിനേക്കാൾ കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് അതിനെ സ്റ്റേജിൽ നിന്നും വലിച്ചു മാറ്റിയ ജീവനക്കാരനാണ്. എന്നാൽ ഇതിനെ കേവലം ഒരു പരാജയമായി കാണാതെ സാങ്കേതിക മുന്നേറ്റമായി വിലയിരുത്തുന്ന റോബോട്ടിക്സ് പ്രേമികളും കുറവല്ല. ആദ്യത്തെ തവണ കാലിടറിയപ്പോൾ വീഴാതെ സ്വയം നിയന്ത്രിക്കാൻ റോബോട്ടിന് സാധിച്ചത് വലിയൊരു സാങ്കേതിക നേട്ടമാണെന്നാണ് ഇവർ വാദിക്കുന്നത്. പ്രൊഫഷണൽ നർത്തകർക്ക് പോലും ഇത്തരം വീഴ്ചകൾ സംഭവിക്കാറുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ചൈനയിലെ പ്രമുഖ സാങ്കേതിക ഹബ്ബായ ഷെൻഷനിലെ ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ റോബോട്ട് വിപണന കേന്ദ്രമാണ് ഫ്യൂച്ചർ ഇറ. പ്രശസ്തമായ യുട്രി കമ്പനിയുടെ G1 മോഡൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളാണ് ഇവിടെ പ്രധാനമായും വിൽപ്പനയ്ക്കുള്ളത്. ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി റോബോട്ടിക് നായ്ക്കളുടെയും ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെയും പ്രകടനങ്ങൾ ഈ സ്റ്റോറിൽ പതിവായി സംഘടിപ്പിക്കാറുണ്ട്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ റോബോട്ടുകളുടെ പ്രതിദിനം 58,000 രൂപ മുതൽ 2.3 ലക്ഷം രൂപ വരെയുള്ള നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കും. ഓർഡർ നൽകി 10 ദിവസത്തിനകം ഇവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ആവശ്യക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് ഇവയിൽ മാറ്റങ്ങൾ വരുത്താനും കമ്പനി സൗകര്യമൊരുക്കുന്നുണ്ട്. ചൈനയിൽ റോബോട്ടുകളുടെ വില കുറയുന്നതോടെ ഇവിടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. കച്ചവട സ്ഥാപനങ്ങളുടെ പ്രചരണ പരിപാടികൾ മുതൽ സ്കൂളിലെ കായികമേളകളിൽ വരെ ഇപ്പോൾ റോബോട്ടുകൾ സജീവ സാന്നിധ്യമാണ്. പ്രായമേറുന്ന ജനസംഖ്യയും സാമ്പത്തിക മാന്ദ്യവും നേടുന്ന ചൈന തങ്ങളുടെ വ്യവസായ മേഖലയുടെ ഉണർവിനായി റോബോട്ടിക്സ് സാങ്കേതികവിദ്യയാണ് ഇപ്പോൾ പ്രധാനമായും ആശ്രയിക്കുന്നത്. അതേസമയം റോബോട്ടുകൾ മനുഷ്യരുമായി ഇത്രയധികം അടുത്തിടപഴകുന്നത് പലപ്പോഴും വലിയ അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സിൻജിയാങ്ങിൽ ഒരു സ്കൂൾ കായികമേളയിൽ കരാട്ടയുമായി എത്തിയ റോബോട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് കുട്ടികൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. കൂടാതെ മറ്റൊരു പരിപാടിക്കിടെ യുട്രി കമ്പനിയുടെ തന്നെ മറ്റൊരു റോബോട്ട് തിരിയുന്നതിനിടെ സമീപത്ത് നിന്ന് കുട്ടിയുടെ മുഖത്തടിച്ചതുമൊക്കെ വലിയ വാർത്തയുമായിരുന്നു. എന്തായാലും ഇനി റോബോട്ടുകളുടെ കാലം തന്നെ.